നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സിബിഷൻ കാണാനുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ തിരക്ക് പിടിച്ച് അച്ഛൻ പോകുന്നത് ടിക്കറ്റ് എടുക്കാനായിട്ടാണ്. ടിക്കറ്റ് എടുക്കാനുള്ള ഓട്ടാണ് കാണുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും മോനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫാമിലിയും എല്ലാവരും കൂടിയിട്ടാണ് എക്സിബിഷന് പോയത്. അപ്പോൾ എക്സിബിഷൻ പോയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വാഹന പാർക്കിങ് അതൊരു ദുഷ്കരമായൊരു സംഭവം തന്നെയാണ്. അവിടെ നിന്ന് നമ്മുടെ പാറമേക്കാവർ അവിടെ നിന്ന് ഇങ്ങനെ കയറി അവിടെ പോയി പാർക്കിങ്ങിനൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്ന് ശരിക്കും ഇങ്ങനെ ഈ എൻട്രൻസ് കൂടെ ഇത് ഫ്രണ്ട് എൻട്രൻസ് ഇതല്ലാതെ വേറെ ഏതെങ്കിലും വഴി കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു അല്ലേ. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയത് ഏകദേശം ഒരു 6 മണി 5:30 6 മണി ടൈമിലാണ്. 5:30 6 മണി ടൈമിലാണ്. ആ ടൈമിൽ കാണുന്ന റഷ് കണ്ട എന്താല്ലേ, ഭയങ്കര റഷായിരുന്നു. പക്ഷെ നമുക്ക് ഇതിൻ്റെ റഷിൻ്റെയൊക്കെ ഇത് എന്താ പറയുക, അതിൻ്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താ അതിന് സെറ്റപ്പ് നമുക്ക് അപ്പം കണ്ടിട്ട് പറയാം. അപ്പോൾ എങ്ങനെയിട്ടായിരുന്നു മാളുവിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ഇത് എക്സിബിഷൻ പോയ ഒരു ചെന്ന് കാണുമ്പോൾ ആ സെറ്റപ്പ്? നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ചയും കൂടി ആയിരുന്നു ഇന്നലെ. പിന്നെന്താ, ശരിക്കും തോന്നി അവിടെ കയറിയപ്പോഴാണ് തോന്നിയത് കുറച്ചും കൂടി ലേറ്റായിട്ട് വന്നാൽ നല്ല സുഖമായിട്ട് കാണാമെന്ന്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ അച്ഛൻ തിരക്കടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ വരിയിൽ നിൽക്കുന്നുണ്ട്. നമ്മളപ്പോൾ ടിക്കറ്റ് എടുത്ത് അച്ഛൻ വരുന്നവരെ കാത്തിരിക്കും. അപ്പോൾ അതുവരെയുള്ള വീഡിയോസ് എടുക്കുന്നതിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിബിഷൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നമ്മൾ ഏകദേശം ഒരു 5:30 കയറിയിട്ട് ഏകദേശം ഒരു 10:30 ഉണ്ടാവില്ലേ, 10:30 അല്ല 9:45 ടൈമിലാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫസ്റ്റ് കൗണ്ടർ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ഫസ്റ്റ് കാണുന്നതാണ്. അത് ആ തിരക്കാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ ഒരു ടൈമിൽ ആരും പോവാണ്ടിരിക്കുകയാണെങ്കിൽ നല്ലത്. ശരിക്കും ഒരു 6 മണിയാകുമ്പോൾ തൊട്ടിട്ട് പോവാണെങ്കിൽ, 6 മണിയല്ല ഒരു 7 മണി ടൈമിൽ, ഒരു 7 മണി ടൈമിൽ നിങ്ങൾ പോവായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് തൊട്ടിട്ടാണ് ഇപ്പൊ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ബെഡ്ഷീറ്റിന്റെ. അത് എല്ലാ കൊല്ലം അവിടെ അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് തൊട്ടിട്ട് ശരിക്കും ഒരു ഐസ്ക്രീമിന്റെ ഒരു സെക്ഷൻ വരെ ഉണ്ട്. ആദ്യത്തെ ഐസ്ക്രീം കൗണ്ടർ അവിടം വരെ ഉണ്ടല്ലോ, ഒന്നും കാണാൻ പറ്റിയില്ല. ഇങ്ങനെ പോവായിരുന്നു ശരിക്കും. നമുക്ക് ഒരിക്കലും നിൽക്കാനും പറ്റില്ല. നമുക്ക് എന്തെങ്കിലും കൗണ്ടറിൽ കയറി എന്തെങ്കിലും നോക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ പിന്നിൽ നിന്ന് തിരക്ക് തള്ളിക്കൊണ്ടിരിക്കും. നമ്മള് നല്ല റഷായിരിക്കും. നമ്മള് ജസ്റ്റ് ഇങ്ങനെ പോണൂന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒന്നും കാണാനില്ല. ഏറ്റവും കൂടുതൽ ഓഫർ കാണുന്നത് ഈ ഫസ്റ്റ് 4-5 കൗണ്ടറുകളിലാണ് ഏറ്റവും ഓഫർ. ബെഡ്ഷീറ്റിനൊക്കെ നല്ല വിലക്കുറവുണ്ട്. രാജസ്ഥാനി ബെഡ്ഷീറ്റ് അങ്ങനെ കുറെ തരം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കണം എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് നോക്കാനോ നിൽക്കാനോ സമയം കിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ ആ കൗണ്ടറിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് തിരക്കായി റഷായി നമുക്കൊരു ബുദ്ധിമുട്ടാവും, നമുക്കൊരു അസ്വസ്ഥതയാവും അത്. പക്ഷേ അത് ഒന്ന് നമുക്ക് തിരക്ക് കുറഞ്ഞ സമയത്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ പില്ലോ കവർ, അങ്ങനെ എന്താ പറയുക ബെഡ്ഷീറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ്, എന്താ പറയുക അതിൻ്റെ ഉള്ളിലൊരു ടവലുകള് അങ്ങനെ എല്ലാതും ഉണ്ട്. ഈ ഒരു 2 കൗണ്ടർ കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന ടോയ്സ്, കിച്ചൺ സെറ്റ് കണ്ട കുട്ടികൾക്ക് കളിക്കുന്ന കിച്ചൺ സെറ്റുകൾ, തോക്ക് എല്ലാം ഉണ്ട്. അതൊക്കെ എന്തല്ലേ പാവകൾ കണ്ട, എന്ത് ഭംഗിയുള്ള പാവകളാണ്. അതിനൊക്കെ വളരെ വില കുറവുള്ളൂ. 10-80 രൂപ റേറ്റിലൊക്കെ പാവകളൊക്കെ ഉള്ളൂ. പക്ഷെ നമുക്ക് പോകുമ്പോ ഉണ്ടല്ലോ, ഈ ഒരു തിരക്കില് നമ്മൾ പോവാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തന്നെ പോകാൻ പറ്റില്ല. അതിന്റെ ഉള്ളിലേക്ക് ഒന്നും കടക്കാൻ പറ്റില്ല. കുറെ മക്കളെയും കൊണ്ട് പോയി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് ചോദിച്ചു. പക്ഷെ ഒന്നും പറ്റിയില്ല. റഷ് മാത്രമല്ല, ഇപ്പോഴത്തെ ചൂട്, മിനിഞ്ഞാന്ന് മഴ പെയ്ത കാരണം എന്താ ഒരു പുഴുക്കായിരുന്നു അറിയൂ. ശരിക്കും നമ്മൾ ഹ്യൂമിഡിറ്റി നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കാളും ഹ്യൂമിഡിറ്റി നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. അമ്മാതിരി ഹ്യൂമിഡിറ്റി ആയിരുന്നു. ആളുകളൊക്കെ വിയർത്തൊഴുക്കുക, ചിലർക്ക് തലകറക്കൊക്കെ വന്നിട്ട് സൈഡിലൊക്കെ അങ്ങനെ ഇങ്ങനെ തള്ളി പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമായിട്ടാണ് ഈ സമയങ്ങളിൽ. ഈ ശരിക്കും 3 മണി തൊട്ടിട്ട് 6 മണി വരെ ഉള്ള ടൈമിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയം തന്നെയാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, ആ ടൈമിൽ പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ആ ഒരു കൺവീനിയൻ്റ് ടൈം നോക്കിയിട്ടാവും നമ്മൾ കൊണ്ടുപോകും. പക്ഷെ അത് എല്ലാവരും ഈ കൺവീനിയൻ്റ് ടൈം നോക്കിയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ആ റഷും കാര്യങ്ങളും. അങ്ങനെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനും നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് മുകളിൽ ഫാനുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു തരി പോലും കാറ്റ് നമുക്ക് കിട്ടില്ല. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂളറിന്റെ സെക്ഷൻ എത്തുന്നുണ്ട്. അവിടെ മാത്രമാണ് കുറച്ചൊരു തണവ് നമുക്ക് ആശ്വാസം കിട്ടുന്നുള്ളൂ. അവിടെയാണെങ്കിലും നല്ല തിരക്കും. കാരണം എല്ലാവരും ഈ തണവ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കണ്. പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് വാങ്ങിക്കാനും നോക്കാനും ഒക്കെ പറ്റിയത്.
കയ്യില് കുറെ പൈസ കൊണ്ട് കയ്യില് കുറെ പൈസയും കൊണ്ട് പൈസ ഉള്ളവർക്ക് കുറെ കാശ് ശരിയാ. പക്ഷെ അതുമല്ല, നമുക്ക് നല്ല നല്ല ഓഫറുകളും ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് അത് വാങ്ങിക്കാനുള്ള ടൈം കിട്ടുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇതില് മാളൂന് ഏതാന്ന് പ്രേക്ഷകർക്ക് അറിയൂ? മാളും മോളുമാണ് പോണത്. ആ പച്ച ജാക്കറ്റ് സാരി ഇട്ടിട്ടാണ് പോണത്. നമുക്ക് ഒന്നും നോക്കാൻ പറ്റുന്നില്ല. അച്ഛനൊക്കെ അതേ മുമ്പിൽ കൂടെ വേഗം വേഗം പോകുന്നുണ്ട്. അച്ഛനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞായറാഴ്ച വീട്ടിലിരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ട ടൈമിലാണ് നമ്മൾ ഈ ദുരന്തം പിടിച്ചൊരു സംഭവം കൊടുത്തത്. പിന്നെ അതേ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ സെക്ഷനാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് കുറച്ച് നാളൊക്കെ വാങ്ങിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ റേറ്റ് കൂടുതലായിരുന്നു നമ്മള് ഈ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഈ കാണുന്ന ഫസ്റ്റ് സ്റ്റാള് ഏറ്റവും റേറ്റ് കൂടുതൽ, നല്ല കത്തിയാട്ടാ. നമ്മള് അവിടെ മുറത്തിന് എന്തായിരുന്നു വില? അവിടെ 40 രൂപ, ചെറിയ മുറത്തിന് 40 രൂപയായിരുന്നു. പക്ഷെ നമ്മൾ ഇതൊന്നും അല്ലട്ടാ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റാളിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അവിടെ പോകുമ്പോൾ നമുക്ക് അറിയാം. പക്ഷെ അവിടെയും നമ്മൾ ആൾക്കാരെയും തരം നോക്കിയിട്ടൊക്കെ ഇട്ടാ വില പറയാനുണ്ട്. അതൊരു ഒരു സ്ഥലത്തൊരു വില കൊടുക്കും, വേറെ സ്ഥലത്ത് നമ്മളെല്ലാം കണ്ടിറങ്ങി വന്ന് പിന്നെ പോയി മേടിക്കുക ഏറ്റവും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നും. പിന്നെ ഈ വാനിറ്റി ബാഗിന്റെ അവിടെ എന്താ തിരക്ക്, നല്ല തിരക്കാട്ടാ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ ചിലപ്പോഴേ തുടക്കത്തിൽ കാണുമ്പോൾ ആ കടയിൽ കയറിയിട്ട് വാങ്ങിക്കും. അതിപ്പോ ഞങ്ങൾക്ക് പറ്റിയൊരു പണ്ടത്തലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മൊത്തം ഇങ്ങനെ കാണാം. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇന്നോടത്താണ് നമുക്ക് ആവശ്യമുള്ള സാധനം. ജസ്റ്റ് ഒന്നും കൂടി റൗണ്ട് അടിക്കാം, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കാം. അപ്പോഴാണ് ഈ എക്സിബിഷനിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോ പല സാധനങ്ങളും അതെ, ഇപ്പൊ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഇപ്പൊ നമ്മള് ഫ്രണ്ടിൽ കണ്ടു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോയി ഇനിയുണ്ട് ഇതേപോലെ. അത് 20 രൂപ 30 രൂപ വരെ സാധനമുണ്ട്. അങ്ങനെ പല ഇതുണ്ട്. അപ്പോ നിങ്ങൾ ഇനി പോണവര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ വീർപ്പ് മുട്ടിക്കുന്ന ഭാഗം. ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, രണ്ട് സൈഡും ക്ലോസ്ഡ് ആണ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെന്റിലേഷൻ ഇല്ലാത്ത കാരണം എന്താ അറിയും, ആളുകൾക്കൊക്കെ വീർപ്പ് മുട്ടുക. എന്റെ നമ്മുടെ ശ്രീധുവിന് പറ്റിയില്ലേ, ശ്രീദേവിക്ക് നന്നായിട്ട് ശ്വാസം മുട്ട് പോലെ തോന്നുന്നു. എന്താ ശ്രീദേവിക്ക് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഒരു എന്താ ഒരു ശ്വാസം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പിന്നെ നമ്മുടെ ഇതിൻ്റെ നടത്തിപ്പുകാർ, നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ നടത്തിപ്പുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുടിവെള്ളം ഒന്ന് വെക്കേണ്ടി വരുന്നു. എല്ലാ ഓരോ പോയിന്റിൽ കുടിവെള്ളം വെക്കുകയുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ സൗകര്യമായിരുന്നു. കുടിവെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആളുകൾക്ക്. ഈ ഭാഗത്തൊക്കെ വെള്ളം തയ്ച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ചെറിയ കുട്ടികളുടെ കാര്യം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ എല്ലാവരും വെള്ളം കൈ പിടിക്കാനൊന്നുമില്ല. പിന്നെ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ആ കാണുന്ന മഞ്ഞ ടീഷർട്ടില്, അത് എൻ്റെ കൂടെ പണ്ട് സെൽസറിൽ വർക്ക് ചെയ്തത് മെൽവിനാണ്. നമ്മൾ അവിടെ വെച്ചിട്ട് കണ്ടില്ലേ അവനെ, മെൽവിന. അങ്ങനെ ഒരു ഇതുണ്ടായി. നമ്മള് എക്സിബിഷന് പോയിട്ട് നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് കയറാനായിട്ട് മുന്നേ മെൽവിനെ കണ്ടു. മെൽവിൻ്റെ അപ്പനും അമ്മയും ഭാര്യയും കുട്ടിയും. അപ്പോൾ മെൽവിനാണ് മെൽവിൻ്റെ അപ്പനാണ് അവൻ്റെ പിന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ചെല്ലുന്നത് എക്സ്ചേഞ്ച്, അവിടെ എക്സ്ചേഞ്ച് മേളൊക്കെ ഉണ്ട്. ഫാനുകൾക്ക് എക്സ്ചേഞ്ച് മലക്കുത്ത് എന്തല്ലേ. അതിന് മുമ്പുണ്ടല്ലോ, അതിന് കുറച്ചൊരു സ്റ്റാൾ നമ്മൾ വിട്ടുപോയി. സ്വീറ്റ്സ്, അതായത് നമ്മൾ പണ്ട് കാലത്ത് കഴിച്ചു പറഞ്ഞ മിഠായികളുണ്ടല്ലോ, മറ്റേ മിഠായി, ക്യാരറ്റ് മിഠായി, പുളിയച്ചാറ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ വിട്ട് കളയണ്ട. കാരണം ഇപ്പോഴൊന്നും നമ്മുടെ സാധാരണ കടകളിലൊന്നും അത് കിട്ടാനുള്ള വഴിയില്ല. അപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും വെക്കുന്നുണ്ട്. നമ്മുടെ പേരാമംഗലത്ത് ഒരു കടയിലൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ എല്ലാവരും ഇത് വെക്കണമെന്നില്ല. ചില കടകളിലൊക്കെ നമ്മുടെ ഇതുപോലെ കാരക്ക മിഠായിയും. പക്ഷെ ഇപ്പോഴത്തെ കാരക്ക മിഠായി എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. തനി ശർക്കര ഉരുക്കി വെച്ച പണ്ടത്തെ ടേസ്റ്റ് ഒന്നുമില്ല. പണ്ടത്തെ കാരക്ക മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കടുക്കനാണ്, കടിച്ചു കഴിഞ്ഞാൽ പൊട്ടില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ നീങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചവിട്ടിയിൽ ഇവിടെയാണ് ഞാൻ ഈ ഇവിടുത്തെ ഒരു ചവിട്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 റുപ്യ, ആദ്യം 250 റുപ്യ എന്നോട് പറഞ്ഞു. 250 റുപ്യ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോൾ ആൾ പറഞ്ഞു 200 റുപ്യ മതി, ഒരു ചവിട്ടിക്ക് 200 റുപ്യ മതി. അപ്പോൾ അവർക്കറിയാം മാർക്കറ്റിൽ ഇത്ര വിലയുള്ളൂ. ചിലവർ കൂട്ടിയടിക്കുന്നുണ്ട് കേട്ടോ, വില കൂട്ടിയടിക്കുന്നുണ്ട്. നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. അതുപോലെ കാർപ്പറ്റ് ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഒക്കെ തൊട്ട് നോക്കുക നല്ലതായിരിക്കും. കാരണം തീരെ കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി വാങ്ങിക്കണം ശരിക്ക്. ഇത് എക്സിബിഷന് പോകുന്നത് നമ്മുടെ ധാരണ എന്ന് വെച്ചാൽ, മലയാളികളുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ എക്സിബിഷനിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വളരെ വില കുറവായിരിക്കും. മറ്റുള്ള മാർക്കറ്റിൽ ഇവരും നല്ല തറവാടക കൊടുത്തിട്ട് മറ്റുള്ള റൂമുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ റെന്റ് കൊടുത്തിട്ടാണ് ഇവിടെ വെച്ചുള്ളത്. അപ്പോൾ ഇവർക്കും അത് മുതലാവില്ല, നല്ല ലാഭം കിട്ടുന്ന രീതിയിൽ കഴിഞ്ഞാൽ അവരത് വിൽക്കുള്ളൂ. പക്ഷെ അന്ന് പുറമെന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ചില ഐറ്റംസിന് കുറച്ച് വില വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ മറ്റുള്ള കടകളിൽ നിന്നും മേടിക്കുന്നതിനേക്കാളും കുറച്ച് വില വ്യത്യാസം ഉണ്ടാവും. അത് നല്ല മാറ്റവും ഉണ്ടാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോ ദിവാങ്കോട്ടിന്റെ ഷീറ്റ് കിട്ടിയെന്ന് വരില്ല.
അതേപോലെ ഓരോരോ സാധനം നമുക്ക് കിട്ടിയെന്നില്ല. പക്ഷെ ഇതെല്ലാതും ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നു മാത്രം. ഇത് ടോപ്പുകളാണ് കേട്ടോ. ടോപ്പുകൾ മാത്രമുള്ളൂ. നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ നോക്കി വാങ്ങിക്കണമെന്ന് മാത്രം കേട്ടോ. നൈറ്റ് ഡ്രസ്സുകൾ എല്ലാം ഉണ്ട്. നൈറ്റി നമ്മൾ മെറ്റീരിയൽ നോക്കി മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കളക്ഷൻ, നല്ല സാധനങ്ങൾ കിട്ടും. നല്ല വില കുറവിന് കിട്ടുന്നുണ്ട്. നല്ല തലക്കടിച്ച് നല്ല ബ്ലേഡ്. കോളേജ് കുട്ടികൾക്കൊക്കെ സുഖമാണ് കേട്ടോ. പാവാടയിലും ലെഗിൻസ് അങ്ങനെയൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന കാരണം അവർക്ക് നല്ലതായിരിക്കും ഇതൊക്കെ. ഇത് ജയ്പൂരിലുള്ള ടീമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മെറ്റീരിയൽ, അവരുടെ മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ്. ജയ്പൂരിൽ നിന്ന് വന്ന ടീമാണ്. അളിയൻ അദ്വൈതനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അദ്വൈതനൊക്കെ ക്ഷമ കെട്ടിട്ടിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ സുഖമൊന്നുമില്ലേ നിൻ്റെ ഉള്ളിൽ ഈ ചൂടും അതുപോലെ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട്. എന്താ ചെയ്യലേ, കുട്ടികളെ ദുരിതത്തിലേക്ക് കൊണ്ടുവന്ന പോലെ. പക്ഷേ ഇതൊരു രസമാണ്. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് എത്ര തിക്ക് നിരക്കുണ്ടായാലും നമ്മൾ ഈ എക്സിബിഷൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിലൊരു ഭാഗമാണ് ഈ എക്സിബിഷനൊക്കെ. നമുക്കത് പോയില്ലെങ്കിൽ ഇത് കാണാൻ, ഈ സാധനങ്ങൾ കാണാനാണ് ഇതിൻ്റെ ഉള്ളിൽ പോകുന്നത് നമുക്കറിയാം. ഇതിനാണ് നമ്മൾ 40 രൂപ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് നമുക്കറിയാം. പിന്നെ ഒരു കാര്യം എന്താ, എല്ലാ കൊല്ലം ഇതേപോലെ ഒരു തിക്കും തിരക്ക്. അത് ആ തുടക്കം തൊട്ടിട്ട് ഒരു കോർണർ വരെയാണല്ലോ ഇത്രയും തിരക്കുള്ളോട്ടോ. പിന്നെ നോർമലാണ്, നമുക്ക് ഇഷ്ടമുള്ളടത്തേക്ക് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുക ചെയ്യാം. പക്ഷെ നമ്മൾ കയറിയ നിലയ്ക്ക് എല്ലാം കണ്ടുപോലെ ഏറ്റവും നല്ലത് ഇതൊക്കെ സാരി, ഷാളുകൾ, അങ്ങനത്തെയൊക്കെ സെക്ഷനാണ് കേട്ടോ അതൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ചില സ്ഥലത്തൊക്കെ ഫിക്സഡ് റേറ്റിന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഫിക്സഡ് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫിക്സഡ് റേറ്റ് എഴുതി വെച്ചാലും നമ്മൾ ചോദിക്കുകയാണ്, ചേട്ടാ അത് ലാസ്റ്റ് റേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഫിക്സഡ് റേറ്റ് എഴുതി വെച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾ ബാർഗെയിൻ ചെയ്യാണ്ടിരിക്കേണ്ട. നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്താൽ നല്ല റേറ്റ് കിട്ടുകയും ചെയ്യും. അവർക്ക് മുതലാവണ റേറ്റിന് അവർ ബാർഗെയിൻ ചെയ്താലും തരും. അവർക്ക് മുതലാവും. ഇതൊക്കെ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കും വാടക കൊടുത്തിട്ടല്ല ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ആ ഒരു രീതിയിൽ അവർ കച്ചവടം ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ പിന്നെ നമ്മൾ ചെന്ന് പാലക്കാടൻ കൃഷ്ണൻ കത്തികളാണ്. അപ്പോൾ ആ പാലക്കാട് കൃഷ്ണൻ കത്തികൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോയി നോക്കി. അപ്പോൾ കത്തികളൊക്കെ നല്ല കത്തികൾ തന്നെയാണ്. പക്ഷേ എനിക്ക് അത്രാണ്ട് വലിയ സുഖം തോന്നിയില്ല. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി. പാലക്കാടൻ കൃഷ്ണൻ കത്തികളുടെ അവിടെ നോക്കി നോക്കി. ഭാര്യ അവിടെ നിന്ന് പോകുന്നു. ഞാൻ അപ്പോഴേക്കും പോകുന്നു കേട്ടോ. അവിടെ നിന്ന് പലതരം കത്തിയൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ എല്ലാ കൊല്ലവും കാണും. അപ്പോൾ വാങ്ങിക്കണം വിചാരിക്കുകയും ചെയ്യും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇയാൾ ഒരു മണ്ടത്തരം കാണിച്ചു. ഇയാളിത് വേറെ ഒരു ഇരുമ്പുമ്മ മുറിച്ചിട്ട് ഇത് ഇരുമ്പ് വരെ മുറിയുന്നുണ്ട്. അത്രയ്ക്കും അതിൻ്റെ മൂർച്ച പോലാണ്ട് മുറിക്കും. ഇപ്പോൾ അയാൾ മുറിച്ച് കാണിച്ചു തരും. ആ മുറിച്ച് കാണിച്ചു തരുമ്പോൾ അയാളുടെ കത്തിര അടിച്ച് പൊട്ടും. അത് പൊട്ടിയോട് കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ അയാളത് മുറിച്ച് കാണിക്കണം നോക്കിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാധനം എടുത്തിട്ട് അയാൾ മുറിച്ച് കാണിക്കും. എന്താ ആ മുറിച്ച് കാണിക്കുമ്പോൾ അയാളുടെ ആ ഭാഗം കോടിയോട് കൂട്ടിയിട്ട് പിന്നെ ഞാൻ അവിടേക്ക് വേണ്ടെന്ന് വെച്ചു. അത് കാരണമാണ് നമ്മൾ പിന്നെ ആ കത്തി മേടിക്കേണ്ടതെന്ന് വെച്ചത്. ഞാൻ അല്ലെങ്കിൽ ആ കത്തി മേടിക്കുന്നത് വെച്ചാൽ നല്ല വെട്ടൂതിയൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ കാണുന്ന മാറ്റാണ് നമ്മളോട് പറഞ്ഞത്. വാട്ടർ അബ്സോർബൻ മാറ്റ് പറഞ്ഞത് ഈ ചേച്ചിയാണ് നമ്മളോട് മാറ്റ് ആദ്യം 250 രൂപ പറഞ്ഞത് നമ്മളോട്. അപ്പോൾ ചേച്ചി പറയേണ്ടത് റേറ്റ് നോക്കിക്കോ, നിങ്ങൾക്ക് കേൾക്കാം. വെള്ളം ഓൺ സ്പോട്ടിൽ വലിച്ചെടുക്കും. ഇതിനുള്ളിൽ മൈക്രോ ഫൈബർ കണ്ടന്റ് ആയിക്കൊണ്ട് ഹീറ്റ് ആയിരിക്കും. അതുകൊണ്ട് ബാഡ് സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അടിയിൽ റബ്ബർ ആയിക്കൊണ്ട് സ്ലിപ്പായി പോവുക, അങ്ങനെ കാര്യങ്ങളില്ല. വാഷബിളും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചേച്ചി പറഞ്ഞ് കേട്ടുമല്ലോ, 250 രൂപ പറഞ്ഞ സാധനം ലാസ്റ്റ് 200 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വാഷബിളാണെന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ക്ലോത്തിൻ്റെ സെക്ഷൻ തന്നെയാണ്. ഇവിടെ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഷാളും പാൻറ്റും എല്ലാം കൂടിയിട്ടുള്ളതാണ്. ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും നമുക്ക് നോക്കാണ്ടൊരു ഇത് കിട്ടില്ല. ഇത് പിന്നെ ബിഗ് ഷോപ്പ് റോഡ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. പക്ഷെ അത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചെന്നിട്ട് ഗുജറാത്ത് നംകീന്, മിക്ചർ അങ്ങനത്തെ ഐറ്റംസ്. എന്താ അവിടെ ഭയങ്കര നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് നോക്കി മേടിക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ നല്ല തിരക്കുണ്ട്. പപ്പടം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ കിട്ടും. നമുക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് കേട്ടോ അവര്. ടേസ്റ്റ് ചെയ്തിട്ട് മേടിക്കുന്നെങ്കിൽ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില ഐറ്റംസ് നമ്മളെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്കത് എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇതിന്ന് തിരക്കിന്ന് ഒഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് കിടന്നതാണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് വളരെ അസ്വസ്ഥത തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് അതേ ഒരു എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റ് ഞാൻ പുറത്തേക്ക് കിടന്നു. അപ്പോൾ ആ വരുന്ന ചേട്ടൻ
ആ ചേട്ടനും കുട്ടിയും നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഒരു ഹായ്. അപ്പോൾ ആ ചേട്ടൻ നമ്മളെ ക്യാമറ കണ്ടപ്പോൾ കുട്ടീനെ കൊണ്ട് ഹായ്, എൻ്റെ കുട്ടീനെയും കൂടി യൂട്യൂബിൽ എടുത്തു എന്നൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ ഹായ് പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ, നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ എക്സിബിഷന് പോയിട്ട് കാണുന്നു. അപ്പോൾ നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലിപ്പോ കുറെ സെക്ഷൻ വിട്ടുകൂട്ടാ, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല. ഇവിടേക്ക് എത്തുമ്പോഴാണ് നമുക്കൊന്നൊരു ഇവിടെ എത്തുമ്പോഴാണ് ശരിക്കും ഒന്ന് തിരക്ക് കുറഞ്ഞ് നമുക്ക് റിലാക്സ് ഒന്ന് ശ്വാസം കിട്ടുക. എന്താ വെച്ചാൽ അത് കാരണം ഞാൻ അതിനെ എക്സിറ്റ് അടിച്ചത് ഞാൻ അത് കാരണമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ശ്വാസം കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരണം. എളുപ്പമല്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇവിടെ വരവാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ കാണുന്നവരാരും വിചാരിക്കുന്നില്ല ഇനിയും തുടങ്ങിയാണ് സ്റ്റാളുകൾ എന്നുള്ളത്. അപ്പോ ശരിക്കും ഞങ്ങൾക്കും മണ്ടത്തരങ്ങൾ പറ്റി തുടക്കത്തിൽ തന്നെ വാങ്ങിക്കാനൊക്കെ നോക്കി. പിന്നെ എന്താ പറയാ, ഐസ്ക്രീമുകളായാലൊക്കെ ആ തിക്കും തിരക്കിൽ നിന്നിട്ട് നമ്മൾ കഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ കുറച്ചുകൂടി നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് ആരും ഉണ്ടാവില്ല ആ ഏരിയയിലൊക്കെ സുഖമായിട്ടിരുന്നിട്ട് കഴിക്കാം. ഈ രാജസ്ഥാനി അച്ചാറുകള് സൂപ്പറാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ കടുകണ്ണേരെ ഒരു ടേസ്റ്റ് ആണ്. അത് നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളിൽ അവര് ഈ കടുകെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കും. നമ്മുടെ അവിടെ മാത്രം നല്ല കടുകെണ്ണ കിട്ടാത്തത്. അവിടെ ശരിക്കും ചക്കിലാട്ടിയ കടുകെണ്ണ അവർ ഉപയോഗിക്കുക. ആ കടുകെണ്ണയും നമ്മുടെ നാട്ടിൽ കുപ്പിയിൽ വലിയ കടുകെണ്ണ നമ്മൾ ആനും ചേനും വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കടുകെണ്ണയാണ് ഉപയോഗിക്കണമെങ്കിൽ പോലും കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നല്ല കടുകെണ്ണയാണ് ശരിക്കും അച്ചാറിലൊക്കെ ഒഴിക്കുന്നത്. നല്ല ടേസ്റ്റ് അച്ചാറിനും മറ്റുള്ള വിഭവങ്ങൾക്കും ആഹാര പദാർത്ഥങ്ങൾക്കും ടേസ്റ്റ് നൽകുക കടുകെണ്ണ തന്നെയാണ്. അപ്പോൾ കടുകെണ്ണയിൽ ഉണ്ടാക്കിയ അച്ചാറ് ഇതൊക്കെ നമ്മൾ എക്സിബിഷന് പോയാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂട്ടാ. പല സ്ഥലങ്ങളിലെ ഇതൊക്കെ നമ്മളിവിടെ ഒരു അച്ചാർ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. മാങ്ങ ആണെന്ന് തോന്നുന്നുണ്ട്, വെളുത്തുള്ളി, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ സാധനങ്ങളുണ്ട്. പക്ഷെ ഇവര് അവർ എഴുതി വെച്ചത് എഴുതിയത് കറക്റ്റാണ്. ഉപ്പ് കുറവാണ്, നല്ല കറക്റ്റ് പാകമാണ്, എല്ലാതും എരിവും ഒക്കെ നല്ല പാകത്തിനുള്ള സൂപ്പർ അച്ചാറ്. അത് കഴിഞ്ഞ ബുക്കുകൾ, നമുക്ക് ഇഷ്ടം പോലെ ബുക്കുകൾ, ശക്തി ബുക്സ് ആണ് അവിടെ ബുക്ക് സ്റ്റാൾ തുടങ്ങിയുള്ളത്. ഇവിടെയൊന്നും അധികം തിരക്കില്ല കേട്ടോ. വായനാശീലം കുറച്ച് മലയാളികൾ പൊതുവെ വായനാശീലം കുറവുള്ളവരാണ് അവിടെ ആരും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് പോസ്റ്റേഴ്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ആണ് നമ്മൾ എന്താ പറയുക, അല്ലല്ല അത് അതിന് മുന്നേ ടാറ്റയുടെ സോളാറിൻ്റെ കടയാണ്. പിന്നെ നമ്മുടെ ഫ്ലവർ വൈസ് പൂക്കളല്ല. അപ്പോൾ ഫ്ലവർ വൈസ് വെക്കാൻ പറ്റിയ പൂക്കൾ, ഇഷ്ടംപോലെ പൂക്കൾ, എന്താ രസമല്ലേ. ഇത് വെക്കാൻ നല്ല സുഖമാണ്. പക്ഷെ വീട്ടിൽ പിന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അയിമയോ നിറച്ച് മാറാമ്പരി എട്ടുകാലൊക്കെ. അത് ശരിയാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മൾ എന്ത് സാധനം മേടിച്ച് വെക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യം. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു ജോലി. നമുക്ക് നല്ല നല്ല ബാഗുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അത് വേണ്ടാത്ത കാരണം കൊണ്ട് നോക്കിയില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ട് എനിക്ക് ഇവരെ മിസ്സായി. ഞാൻ വീഡിയോ എടുക്കൽ മാത്രമായിട്ട് നിൽക്കണേ. ഞാനും പിന്നെ രണ്ടാമത് കണ്ടാണ് 20-30 മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ വിലകള്. ഇവിടെയാണ് ഇവിടെ നിന്നാണ് നമ്മൾ മുറം മേടിച്ചത്. 2 മുറം വാങ്ങിച്ചു. പക്ഷെ എനിക്ക് ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 2 മുറത്തിന് 2 ചെറിയ മുറത്തിന് 60 രൂപ, ഒരെണ്ണത്തിന് 30. അങ്ങനെ 2 ഞാൻ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇത് തിരിച്ചിങ്ങനെ ഒരു വരവ് വന്നു. നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ പോയി നമ്മുടെ ബോട്ടിങ്ങിന്റെയും അവിടെ ബജ്ജിയുടെ അവിടെയൊക്കെ പോയി റൈഡുകളിൽ തിരിച്ചു വരുമ്പോൾ ഇവർ വിൽക്കണതിൻ്റെ ഈ കടയിലെ തന്നെ മുമ്പ് വശത്ത്, അതായത് നമ്മൾ തിരിച്ചു വരുന്നതിന്റെ വശത്ത് ഈ സാധനം സെയിം സാധനം 3 100 രൂപ. അത് 3 വലിപ്പത്തില്, ഒന്ന് ലാർജ്, ഒന്ന് മീഡിയം, ഒന്ന് സ്മോൾ, അങ്ങനെ 3 വലിപ്പത്തിലാണ് അവിടെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ 100 രൂപയ്ക്ക് കിട്ടുന്നതും നമ്മൾ മുന്നേ മേടിച്ചത് 2 സ്മോള് 60 രൂപയ്ക്ക് മേടിച്ചത്. അതായത് ഒരെണ്ണത്തിന് 30, അങ്ങനെ 2. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല ലാഭമായി പോയിട്ടാ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് റൗണ്ട് ചുറ്റി വന്നപ്പോഴാണ് എനിക്ക് അതിന്റെ വല്ലാത്തൊരു കഷ്ടം മനസ്സിലായത്. അപ്പോൾ അങ്ങനെ നമ്മളെ പല രീതിയിലും പറ്റിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. പറ്റിക്കല്ല, നമ്മള് ചൂഷണം ചെയ്യാം. അതായത് നമ്മളിത് വാങ്ങിക്കാൻ പോകുമ്പോണ്ടല്ലോ ഒന്ന് മൊത്തം ചുറ്റും നോക്കുക.
ചിലപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതുണ്ടായിരിക്കും. ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് വാങ്ങിച്ചെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ 3 എണ്ണം 100 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് 3 തരം പരിപ്പാണ്. ഒന്ന് വലുത്, പിന്നെ ഒന്ന് ചെറുത്, പിന്നെ അതിനേക്കാൻ ചെറുത്, അങ്ങനെ. അതായിരിക്കുമ്പോൾ ഏറ്റവും നല്ലതായിരുന്നു. ഈ ഇതിന് ശേഷം നമ്മൾ കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ നമ്മൾ ടിക്കറ്റ് വെച്ചിട്ട് ഷോ കൊടുത്തതാണ്. അവിടെ ഒരു നമ്മുടെ ജയന്റെ വേഷത്തിൽ ഒരു ചേട്ടനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് ആളുടെ കൂടെ ഒന്ന് സെൽഫി എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ജയൻ കുറച്ച് വെളുത്ത് നല്ല വെളുത്ത ജയനായി പോയി. അങ്ങനെ അവിടെ നിന്ന് അത് നമ്മുടെ ഒരുവിധം സ്റ്റാളുകൾ കൂടെ അവസാനിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഓരോ റൈഡുകളാണ് ഉള്ളത്. ഇത് രാത്രി സമയത്ത് പോകണമെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ റൈഡുകളുടെ ഈ ഒരു ലൈറ്റ് ഇതിനൊക്കെ കാണണമെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ പോകണം. അപ്പം നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത ഭാഗത്ത് കാണാം അല്ലേ? ബൈ.